Today I am going to take accounts. In the previous class, we discussed about calculation of goodwill under super profit method. എന്തായാലും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. ദെൻ സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. In this class, we are going to discuss about calculation of goodwill under capitalized value method. Mainly, there are two methods are used to calculation of goodwill. They are capitalization of average profit. Second one, capitalization of super profit. Capitalization method. Capitalization method പ്രകാരം goodwill കാണാൻ രണ്ട് രീതിയിലാണ് ഗുഡ്വിൽ കാണുക. ഫസ്റ്റ് വൺ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്, സെക്കൻഡ് വൺ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഫസ്റ്റ് വൺ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ ഗുഡ്വിൽ ഈക്വൽ ടു നോർമൽ ക്യാപിറ്റൽ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്. ദെൻ നോർമൽ ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഇൻറ്റു 100. ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഗുഡ്വിൽ ഈക്വൽ ടു നോർമൽ ക്യാപിറ്റൽ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ. നോർമൽ ക്യാപിറ്റലിനെ പറയുന്ന മറ്റൊരു പേരാണ് എക്സ്പെക്റ്റഡ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡിനെ പറയുന്ന മറ്റൊരു പേരാണ് നെറ്റ് അസറ്റ്. ദെൻ നോർമൽ ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഇൻറ്റു 100. ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വർക്കൗട്ട് ചെയ്യാം. ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഈസ് ₹1,50,000. ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ് ഇൻ ദ ഫേം ₹12 lakh. ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആർ ₹4 lakh. In the same type of business, the normal rate of return is 10% of capital employed. Calculate the goodwill under capitalization of average profit method. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് ആവറേജ് പ്രോഫിറ്റ്? 1,50,000. ദെൻ ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റിയും തന്നിട്ടുള്ളത്. ടോട്ടൽ അസറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 12 lakh. ലയബിലിറ്റി 4 lakh. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. ദെൻ പിന്നെ എന്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട് 10%. കാൽക്കുലേറ്റ് ഗുഡ്വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ദെൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നോർമൽ പ്രോഫിറ്റ് ഇൻറ്റു 10/100. നോർമൽ പ്രോഫിറ്റ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നോർമൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 ₹15 lakh. Actual capital 8 lakh. Then goodwill equal to 15 lakh minus 8 lakh equal to 7 lakh. Goodwill അതായത് ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നോർമൽ ക്യാപിറ്റൽ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്. നോർമൽ ക്യാപിറ്റൽ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇവിടെ നോർമൽ ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്? നോർമൽ ക്യാപിറ്റൽ 15 lakh മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്
8,000. Answer 7 lakh. Then next one, capitalization of super profit. Valuation of goodwill under capitalization of super profit method. Super profit method പ്രകാരം goodwill calculate ചെയ്യാനുള്ള equation ആണ് goodwill equal to super profit divided by normal rate of return into 100. Goodwill equal to super profit divided by normal rate of return into 100. Super profit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ actual profit minus normal profit. Then normal profit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ capital employed into normal rate of return divided by 100. Then ഇനി ക്വസ്റ്റ്യൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വർക്കൗട്ട് ചെയ്യാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അടുത്തത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നേരത്തെ വർക്കൗട്ട് ചെയ്ത സെയിം ക്വസ്റ്റ്യനാണ്. ഇതിൽ നമ്മൾ എന്താണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി വായിക്കാം. ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഈസ് ₹1,50,000. ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്സ് ഇൻ ദ ഫേം ₹12 lakh. Outside liabilities are ₹4 lakh in the same type of business. The normal rate of return is 10% of capital employed. Calculate the goodwill under capitalization of average profit method. പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ the average profit of the ഫേമിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. അസറ്റ്സ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് തന്നെയാണ്. അസറ്റ്സ് എന്ന് പറയുന്നത് 12 ലക്ഷം. ലയബിലിറ്റി 4 lakh. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. കാൽക്കുലേറ്റ് ഗുഡ്വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അല്ല. ഓക്കെ, ഇനി നമുക്ക് ആൻസർ വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഇൻറ്റു 100. സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. ദെൻ ആദ്യം നമുക്ക് നോർമൽ പ്രോഫിറ്റ് കാണണം. നോർമൽ പ്രോഫിറ്റ് കാണണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ, അല്ലേ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് മൈനസ് ലയബിലിറ്റി. അപ്പോൾ ക്യാപിറ്റൽ ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി. ടോട്ടൽ അസറ്റ് എത്രയാണ്? 12 lakh. ദെൻ ടോട്ടൽ ലയബിലിറ്റി 4 lakh. അപ്പോൾ 12 lakh മൈനസ് 4 lakh ഈക്വൽ ടു 8 lakh. നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി. ദെൻ അതിനുശേഷം നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. ക്യാപിറ്റൽ എംപ്ലോയിഡ് 8 lakh ഇൻറ്റു റേറ്റ് 10%. 10% മീൻസ് 10 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 80,000 കിട്ടും. ദെൻ സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 1,50,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തി 80,000. ദെൻ ആൻസർ ഈക്വൽ ടു 70,000. ദെൻ ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ ഗുഡ്വിൽ ഈക്വൽ ടു നോർമൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. അതായത് 10 മീൻസ് റേറ്റ് ഇൻറ്റു 100. ദെൻ ആൻസർ 7 lakh. ഗുഡ്വിൽ എത്രയാണ് കിട്ടിയത്? 7 lakh. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരവും ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരവും ഗുഡ്വിൽ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 7 lakh ആണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ആൻസറും സെയിം ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മെത്തേഡുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ആൻസർ വർക്കൗട്ട് ചെയ്യാം. കമ്പ്യൂട്ട് ഗുഡ്വിൽ അണ്ടർ ദ ഫോളോയിങ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ആവറേജ് മെത്തേഡ്, ഒരു ഐഫൺ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് 3. സെക്കൻഡ് വൺ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്,
number of years of purchase for. Third one, capitalization. അതിൽ ഫസ്റ്റ് വൺ ഓൺ ആവറേജ് പ്രോഫിറ്റ്, സെക്കൻഡ് വൺ ഓൺ സൂപ്പർ പ്രോഫിറ്റ്. ദെൻ താഴെ എഴുതുക, ലക്ഷ്മൺ ആൻഡ് ആൽഫിൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഈക്വലി. ഓൺ 31st March 2018 their capital accounts were rupees 2 lakh and 3,50,000 respectively. Average profit of the firm are rupees 1,90,000 and rate of normal profit is 15%. On 1st April 2018, Dilip was admitted into the firm as a new partner for 1/5 share. Compute the value of goodwill of the firm on admission in different methods as mentioned above. ഈ ക്വസ്റ്റ്യനിൽ അഡ്മിഷനെ കുറിച്ചിട്ടും അതുപോലെ പുതിയ പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണം. നമുക്ക് ആവശ്യമുള്ളത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് വെച്ചിട്ട് നിങ്ങൾ സാധാരണ രീതിയിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ആവറേജ് മെത്തേഡ് തന്നിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമ്മൾ ഇവിടെ എത്രയായിട്ട് കണക്കാക്കുക? 3. ദെൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 4. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും കാണണം, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും കാണണം, അതുപോലെ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും കാണണം. ദെൻ രണ്ട് പാർട്ട്നേഴ്സും ഈക്വൽ പാർട്ട്നേഴ്സാണ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സിൻ്റെ ബാലൻസുകൾ 2 lakhും 3,50,000 ആണ്. ദെൻ ഫേമിൻ്റെ ആവറേജ് പ്രോഫിറ്റ് 1,90,000 ആണ്. ദെൻ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 15%, 15%. ഇത്രയും നമുക്ക് ആൻസർ ചെയ്യാൻ ആവശ്യമുള്ളൂ. ദെൻ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസുകൾ ടോട്ടലാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടുകളുടെ ടോട്ടൽ, അതായത് 2 lakh പ്ലസ് 3,50,000 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ദെൻ നമുക്ക് ആൻസർ വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് ആവറേജ് പ്രോഫിറ്റ്? 1,90,000. ദെൻ എത്ര ഇയേഴ്സ് ആണ്? നമ്പർ ഓഫ് ഇയേഴ്സ് 3. അപ്പം 1,90,000 ഇൻറ്റു 3 ഈക്വൽ ടു 5,70,000, 5,70,000. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് കഴിഞ്ഞു. ആവറേജ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ എത്രയാണ്? 5,70,000. ദെൻ സെക്കൻഡ് മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമൽ പ്രോഫിറ്റും വേണം, അതുപോലെ ആവറേജ് പ്രോഫിറ്റും വേണം. ആവറേജ് പ്രോഫിറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നോർമൽ പ്രോഫിറ്റ് ആണ് കണ്ടെത്തേണ്ടത്. നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു റേറ്റ് ബൈ 100. ഞാൻ ആദ്യം പറഞ്ഞു ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ ടോട്ടലാണ്. അതായത് 5,50,000 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 100, അതായത് 15%, ഈക്വൽ ടു ആൻസർ 82,500. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമൽ പ്രോഫിറ്റും കിട്ടി. ആവറേജ് പ്രോഫിറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് 1,90,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് 82,500 ഈക്വൽ ടു ആൻസർ സൂപ്പർ പ്രോഫിറ്റ് 1,07,500. 1,07,500. നമ്മൾ ഗുഡ്വിൽ ആയിട്ടുണ്ടോ? ഇല്ല. ഇനി ഗുഡ്വിൽ കാണണമെങ്കിൽ എന്ത് വേണം? ഇൻറ്റു 4 അല്ലേ, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. സൂപ്പർ പ്രോഫിറ്റ് 1,07,500 ഇൻറ്റു 4 ഈക്വൽ ടു 4,30,000. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ 4,30,000. ദെൻ തേർഡ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം രണ്ട് രീതിയിലാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ ഓൺ ആവറേജ് പ്രോഫിറ്റും സെക്കൻഡ് വൺ ഓൺ സൂപ്പർ പ്രോഫിറ്റും. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ലയബിലിറ്റി അല്ലേ.
ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ലയബിലിറ്റി, ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റി. ദെൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ 1,90,000 divided by 15 into 100 equal to 12,66,667. 12,66,667. Then goodwill കാണാനുള്ള ഇക്വേഷൻ goodwill equal to capitalized value minus total liability. ഇവിടെ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലാണ് ലയബിലിറ്റി. ദെൻ ഗുഡ്വിൽ എത്രയാണ്? 7,16,667. 7,16,667. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റേറ്റ് ഇൻറ്റു 100. ദെൻ സൂപ്പർ പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 1,07,500. അങ്ങനെയാണെങ്കിൽ 1,07,500 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 100. ആൻസർ 7,16,667. ഓക്കെ, ഇവിടെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ആവറേജ് പ്രോഫിറ്റിലാണെങ്കിലും സൂപ്പർ പ്രോഫിറ്റിലാണെങ്കിലും ആയിരിക്കും. ഗുഡ്വിൽ സെയിം ആണ്.